സഹായിക്കണം. എന്റെ അമ്മമ്മക്ക് വേദന എടുത്തിട്ടാണ്. എല്ലാരും സഹായിക്കണം. എനിക്ക് വേറെ മാർഗമില്ല. എല്ലാരും കൂടെ ഉമ്മാനെ പോലെ വിചാരിച്ചങ്ങാണ്ട് നിങ്ങൾ എന്താ എനിക്ക് ചെയ്യണം. ഞാൻ അന്തത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്തോളാം. എന്ത് മാർഗമാണ് നിങ്ങൾ യൂസുകളെ സ്വീകരിച്ചു കാണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ എന്തെങ്കിലും ഒരു സന്മനസ് കാണിച്ചു തരും. അല്ല എനിക്കൊരു രക്ഷയില്ല. എത്രയും പെട്ടെന്നത് മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്വാസം കിട്ടുന്നില്ല, ചുമഞ്ഞില്ലാത്ത സൗകര്യമൊന്നുമില്ല. എങ്ങനെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തർ കൈ പിടിച്ചിട്ട് കൊണ്ടെടുക്കല്ലേ. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടെടുത്ത് തരണില്ല. നമ്മുടെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനും പിടിച്ചാനുള്ള കഴിവ് നമുക്ക് കിട്ടി. ഞാന് 30 വർഷം ഗൾഫിലായിരുന്നു. ഈ 30 വർഷത്തെ സമ്പാദ്യം ഈ 5 വർഷം കൊണ്ട് 50 ലക്ഷം രൂപ ഞാൻ ചികിത്സക്ക് വേണ്ടി ചെലവഴിച്ചു. 2 ജില്ലാ മാസം എറണാകുളത്ത് കിടന്ന ഒരു 14 ലക്ഷം റുപ്യ അവിടെ കൊടുത്തു. ഒരു 10-64 ലക്ഷം റുപ്യ എന്റെ കയ്യിൽ നിന്ന് ചെലവായി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഭാഗവുമില്ല. നിങ്ങളുടെ സഹായമല്ലാതെ വേറെ ഒരു മാർഗവും എനിക്കില്ല. ഇതെന്റെ ഭർത്താവിന്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ തന്നെയാണ്. 5 വർഷമായിട്ട് കരൾ രോഗം ബാധിച്ച് കിടക്കാണ്. ഉമ്മാന്റെ വേദന 5 വർഷമായിട്ട് ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും സഹിക്കാൻ കഴിയണില്ല. ഉമ്മാന്റെ വേദന ഇതൊക്കെ ഇപ്പൊ പ്രവാസിയാണ്. ഉപ്പാന്റെ കയ്യിലുള്ളതൊക്കെ 5 വർഷം ഇപ്പൊ നോക്കിയിരിക്കണം. ഉപ്പാന്റെ കയ്യിലൊന്നും പൈസ ഇല്ല. ഞങ്ങള് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. എല്ലാരും ഉമ്മനെ തിരികെ കൊണ്ടുവരാൻ ഞങ്ങളൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലാണ്. ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോയിൽ നിന്ന് ഒരുപാട് സങ്കടം തോന്നിയൊരു വീഡിയോ. കാരണം പ്രവാസിയായിരുന്ന ഒരു സഹോദരൻ തൻ്റെ ജീവിതം മുഴുവൻ പ്രവാസ ലോകത്ത് കഴിച്ചിട്ട് ഭാര്യയ്ക്കൊരു അസുഖം വന്നപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിച്ച് ഇപ്പൊ കടത്തിലായിട്ട് ഭാര്യയുടെ തുടർ ചികിത്സയും കരൾ മാറ്റി വെക്കുവാനും സാധിക്കാതെ നമ്മുടെ മുന്നിൽ കൈനീട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, 62 വയസ്സായ ഈ ഉമ്മയെ ജീവിതത്തിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത്. ആ കുടുംബത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ഉമ്മ. കാരണം അവരുടെ ഭർത്താവിനായാലും മക്കളെയായാലും പൊന്നുപോലെ നോക്കിയ ഈ ഉമ്മാക്കൊരു അസുഖം വന്നപ്പോൾ ചികിത്സിക്കാൻ പണമില്ലാതെ പ്രവാസിയായ ഭർത്താവും മക്കളും നമ്മുടെ മുന്നിൽ കൈനീട്ടുകയാണ്. പടച്ച റബ്ബിനെ ഓർത്തിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മുൻപിൽ ഈ കുടുംബം ഒന്ന് കൈനീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക്. ഞാൻ വളാഞ്ചേരി മഹല്ലിൽ വൈക്കത്തൂർ എന്ന് പറയുന്ന മഹല്ലിലെ ഖത്തീബാണ്. ഏകദേശം 5 വർഷത്തോളമായി കരൾ സംബന്ധമായ രോഗം പിടിപെട്ട് ചികിത്സയിലായിരുന്നു. ഒരുപാട് ലക്ഷങ്ങൾ അതിനുവേണ്ടി ആ കുടുംബം ചെലവഴിച്ചു. ഇന്ന് കരൾ മാറ്റിവെക്കണമെന്ന ഒരു അവസ്ഥയിലേക്കെത്തി. അവരെ കൊണ്ട്, ആ കുടുംബത്തെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമാണ് ഇന്നത്തെ അവസ്ഥ. മുനിസിപ്പാലിറ്റി 9ാം ഡിവിഷനിലെ കൗൺസിലറാണ് ഞാൻ. എൻ്റെ വാർഡിൽ താമസിക്കുന്ന കാരപറമ്പിൽ നഫീസത്താത്ത എന്നിവർ കരരോഗമായി കുറേ വർഷങ്ങളായിട്ട് ചികിത്സയിലാണ്. അവർക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ വളാഞ്ചേരി മഹല്ല് പ്രസിഡന്റ് അസ്ലം പാലാറ. ഞങ്ങളുടെ മഹല്ലിൽ താമസിക്കുന്ന നഫീസ എന്നിവരുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. പ്രവർത്തകനാണ് ഞാൻ. എൻ്റെ പേര് രാജൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കാരപ്പറമ്പിൽ നഫീസ് ഉമ്മയുടെ ചികിത്സ സഹായത്തിന് വേണ്ടി അവരുടെ കരൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി എല്ലാ സഹോദരി സഹോദരന്മാരും അവരവരാൽ കഴിയുന്ന സഹായം നൽകി ആ നിർധന കുടുംബത്തെ സഹായിക്കണമെന്ന്
വിനീതമായി വൈക്കത്തൂർ കാരപറമ്പിൽ നഫീസ ചികിത്സാ സഹായ സമിതിയുടെ ട്രഷററായ അസ്കർ അലവി എന്നാണ് ഞാനാണ്. മാരകമായ കരൾരോഗം ബാധിച്ച് ഡോക്ടറുമായി നിർദ്ദേശത്തിൻ്റെ പ്രകാരം എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ നഫീസുമ്മയെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളെല്ലാവരും അവരെ സഹായിക്കണം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ വൈക്കത്തൂർ പ്രദേശത്തുള്ള കാരാപറമ്പിൽ നഫീസ എന്നവർ ഏകദേശം 5 വർഷക്കാലമായി കരൾ രോഗം ബാധിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഒരു നാടും ആ നാട്ടിലെ പൗരപ്രമുഖരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വൈക്കത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന നഫീസുമ എന്ന് പറയുന്ന പൊന്നുമ്മയുടെ ജീവൻ രക്ഷിക്കുവാനാണ്. മാരകമായ കരൾ രോഗം കരളിന് ബാധിച്ചിട്ട് 5 വർഷമായി. 5 വർഷത്തോളം ചികിത്സിച്ചു. ഇനി ആ ഉമ്മയുടെ കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. 40 ലക്ഷം രൂപ വേണം ഉമ്മയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ. നിങ്ങളുടെ ഉമ്മയുടെ അവസ്ഥ ഈ വീഡിയോയിലൂടെ കണ്ടില്ലേ? ഈ പൊന്നുമ്മയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം. എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.